നമ്മൾ പറയുന്നത് DHA അതൊരു ഫാറ്റാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അതായത് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിൽ പെട്ട എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രധാനമായും ഫാറ്റുകൾ 3 തരത്തിലാണല്ലോ. സാച്ചുറേറ്റഡ് ഫാറ്റ്, അൺസാച്ചുറേറ്റഡ് ഫാറ്റ്, അതോടൊപ്പം ട്രാൻസ് ഫാറ്റ്. അതിൽ ട്രാൻസ് ഫാറ്റ് ആണ് അൺഹെൽത്തി ആയിട്ടുള്ളത്. ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത്. അതിൽ തന്നെ പെട്ട 2 ഫാറ്റുകളാണ് മൂഫയും പൂഫയും. അതിൽപ്പെട്ട ഒന്നാണ് ഒമേഗ 3. അതിൽപ്പെട്ട ഒമേഗ 3യിൽ പെട്ട ഒന്നാണ് DHA. അപ്പം ആ DHA കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. കുട്ടികളാണ് DHA. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ DHA ഇത്രയും പ്രധാനമുള്ള ഒരു ഫാറ്റായി മാറിയത്? കാരണം കുഞ്ഞിന്റെ ബ്രെയിൻ ആൻഡ് ഐ ഡെവലപ്മെന്റിന് DHA വളരെ പ്രധാനപ്പെട്ടതാണ്. ആ DHA എപ്പോഴാണ് നിങ്ങളുടെ കുഞ്ഞിന് കിട്ടുക? നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ ഗർഭപാത്രത്തിൽ വളരുന്ന ആ സമയം തൊട്ട് ഒരു കുട്ടിക്ക് 2-2.5 വയസ്സാകുന്നത് വരെ DHAയുടെ ആവശ്യം വളരെ അധികമായിട്ട് നമ്മുടെ ബ്രെയിനിനുണ്ട്. പ്രഗ്നന്റ് ആയിരിക്കുന്ന ഒരു മദർ DHA അടങ്ങിയ ഫുഡ് കഴിക്കണം, എന്നാലേ കുട്ടിക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ ബ്രസ്റ്റ് ഫീഡിംഗ് ആയിട്ടുള്ള കുട്ടിക്ക് DHA കിട്ടുന്നത് അമ്മയുടെ പാലിൽ നിന്നാണ്. അപ്പം ഒരു ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന മദറും നല്ല രീതിയിൽ DHA ഉള്ള ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞ് 2 വയസ്സ് വരെ അല്ലെങ്കിൽ 3 വയസ്സ് വരെയുള്ള നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഫുഡിൽ ഈ DHA ഉണ്ടാകാൻ നിങ്ങൾ ഒത്തിരി ട്രൈ ചെയ്യേണ്ടതുണ്ട്, നിങ്ങളത് കൊടുക്കേണ്ടതുണ്ട്. കാരണം ഞാൻ പറഞ്ഞു 2 വയസ്സ് വരെയാണ് നമ്മുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് നന്നായി നടക്കുന്നത്. അപ്പം ഈ DHA അടങ്ങിയ ഭക്ഷണങ്ങൾ ഒരു പ്രഗ്നന്റ് ലേഡി, ഒരു ലാക്ടേറ്റിംഗ് മദർ, ഒരു ഇൻഫന്റ് ആൻഡ് ചൈൽഡ് എസ്പെഷ്യലി ടിൽ 2 to 3 years വരെ ഉള്ള കുട്ടികൾക്ക്, മുതിർന്നവർക്കും വേണ്ട എന്നല്ല, വേണ്ട ഒന്ന് തന്നെയാണ്. പക്ഷേ ഈ 3 ഘട്ടങ്ങളിൽ നിങ്ങൾ അധികമായി അതിന് പ്രാധാന്യം കൊടുത്ത് നൽകേണ്ടതുണ്ട്. അത് എവിടെ നിന്നാണ് പ്രധാനമായിട്ടും കിട്ടുന്നത്? ഫിഷാണ് DHAയുടെ ഒരു പ്രധാന സ്രോതസ്. ഫിഷിന് പുറമെ DHA കിട്ടുന്നത് DHA ഫോർട്ടിഫൈ ചെയ്ത് വരുന്ന ഭക്ഷണങ്ങളുണ്ട്, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒന്ന് ഫിഷാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറയുന്നത് എങ്ങനെയാണ് കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ ഗർഭിണികളായ മുലയൂട്ടുന്ന അമ്മമാർക്ക് ഫിഷ് കൊടുക്കേണ്ടത്, എത്ര അളവിൽ കൊടുക്കണം, ഏത് ഫിഷാണ് കൊടുക്കേണ്ടത് എന്നൊക്കെയാണ് ഇനി പറയുന്നത്. അപ്പം ഈ ഫിഷ് നമുക്ക് പ്രധാനമായും 2 ഘട്ടങ്ങളിൽ കൊടുക്കേണ്ടതുണ്ട്. ഒന്ന് പ്രഗ്നന്റ് ലേഡീസിനും ലാക്ടേറ്റിംഗ് മദറിനും. കാരണം എന്താ, 6 മാസം വരെ ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ മുള പൊട്ടിയ അന്ന് തൊട്ട് 6 മാസം, ജനിച്ച 6 മാസം ആകുന്നത് വരെ ആ കുട്ടിക്ക് DHA കിട്ടുന്നത് എവിടെ നിന്നാണ്? അമ്മയുടെ കയ്യിൽ നിന്നാണ്. അത് ഒന്ന് ബ്ലഡ് വഴിയും പ്രസവത്തിന് ശേഷം മുലപ്പാൽ വഴിയാണ് കിട്ടുന്നത്. അപ്പം ഒരു പ്രഗ്നന്റ് ആൻഡ് ലാക്ടേറ്റിംഗ് ലേഡി ഈ DHA കിട്ടാൻ വേണ്ടി മത്സ്യം കഴിക്കേണ്ടതുണ്ട്. എത്ര അളവിൽ കഴിക്കണം? അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ 2 തവണ, 2 times in a week കഴിക്കേണ്ടതുണ്ട്. എങ്ങനെ കഴിക്കുക? ഏകദേശം 226 മുതൽ 340 ഗ്രാം ഒരു വീക്കിൽ ഫിഷ് കഴിക്കണം. അത് 2 പോർഷൻ ആയിട്ട് കഴിച്ചാലും മതി വീക്കിലി, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പോർഷൻസ് ആയിട്ട് എടുക്കുക. മിനിമം ഒരു 2 പോർഷൻസ് ഇൻ എ വീക്ക് ആയിട്ട് ഏകദേശം ഒരാഴ്ചയിൽ 340 ഗ്രാം കിട്ടുന്നത് വരെ നിങ്ങൾ എടുക്കേണ്ടതുണ്ട്. ഇനി നിങ്ങളെ കുട്ടികൾക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 2 സെർവിങ്സ് ഇൻ എ വീക്ക്, ആഴ്ചയിൽ 2 സെർവിങ്സ് കിട്ടുന്ന രൂപത്തിൽ നിങ്ങൾ ആ കുട്ടിക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെർവിങ്സിൽ 50 to 100 ഗ്രാം നമുക്കൊരു ശരാശരി കണക്കാണ്. അങ്ങനെ ഒരു 2 സെർവിങ്സ് മിനിമം ഒരാഴ്ചയിൽ നിങ്ങൾ മത്സ്യം കൊടുക്കേണ്ടതുണ്ട്. അപ്പം അടുത്തൊരു ചോദ്യം വരും, ഈ ചില മത്സ്യങ്ങളിൽ മെർക്കുറി കണ്ടന്റ് ഒക്കെ ഉള്ള മത്സ്യങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏത് മത്സ്യമാണ് കുട്ടിക്ക് കൊടുക്കാൻ നല്ലത് എന്നുള്ളത്. അതിന് നമുക്ക് FDA ഒരു ചാർട്ട് ഉണ്ട്. അവിടെ അവർ മത്സ്യങ്ങളെ 3 ആക്കി തരംതിരിച്ചിട്ടുണ്ട്. ബെസ്റ്റ് ചോയ്സ്, ഗുഡ് ചോയ്സ്, ചോയ്സ് ടു അവോയ്ഡ്. അപ്പോൾ ഏതാണ് കുട്ടികൾക്ക് അല്ലെങ്കിൽ മുലയൂട്ടുന്ന അമ്മക്ക് അല്ലെങ്കിൽ പ്രഗ്നന്റ് ലേഡീസിന് നല്ലത്? അപ്പോൾ ഇത്രയും പറഞ്ഞതൊന്ന് ഒന്ന് റിവൈൻഡ് ചെയ്യാം. മുലയൂട്ടുന്ന അമ്മക്കും ഒരു പ്രഗ്നന്റ് ലേഡിക്കും മത്സ്യം കഴിക്കൽ വളരെ നിർബന്ധമാണ്. കാരണം അവരുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടാൻ. അതുപോലെ തന്നെ 2 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കും. അപ്പോൾ അവിടെ ഈ 3 കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്ക് കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് ചോയ്സ്, മെർക്കുറി കണ്ടന്റ് കുറവുള്ള ചോയ്സാണ് ഇത്രയും വരുന്ന മത്സ്യങ്ങൾ. അപ്പോൾ അത് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഗുഡ് ചോയ്സ് ആണ് ഈ വരുന്ന ഗ്രൂപ്പ് ഓഫ് മത്സ്യങ്ങൾ. ഇനി നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ഇത് തീർത്തും ഒഴിവാക്കേണ്ട മത്സ്യങ്ങളാണ് ഈ കൊടുത്തിട്ടുള്ളതെല്ലാം. അപ്പോൾ നമ്മുടെ മത്തി, നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള അയലൊക്കെ ഏകദേശം നമുക്ക് സേഫ് ആയിട്ട് ബെസ്റ്റ് അല്ലെങ്കിൽ ഗുഡ് ചോയ്സിലാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ കൊടുക്കാം. നിങ്ങൾ ഒഴിവാക്കേണ്ടത് ഈ പറയുന്ന മത്സ്യങ്ങളാണ്, കാരണം അതിൽ മെർക്കുറി കണ്ടന്റ് കൂടുതലാണ്. അപ്പോൾ അത് മുലയൂട്ടുന്ന അമ്മയോ ഗർഭിണികളോ അതോടൊപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ നിങ്ങൾ നൽകാതിരിക്കുക. അപ്പോൾ ഈ ഒരു ഫോട്ടോ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. അത് ഹെൽപ്ഫുൾ ആയിരിക്കും കുഞ്ഞുങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോൾ മാത്സ്യത്തിന്റെ കാര്യത്തിൽ അത് ചൂസ് ചെയ്യാം. ഇനി അടുത്ത് എങ്ങനെ മത്സ്യം കുട്ടിക്ക് കൊടുക്കാം എന്നുള്ളതാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ മത്സ്യം എങ്ങനെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം എന്നുള്ളത് ഞാൻ പറയാം. പ്രത്യേകിച്ച് 6 മാസത്തിന് ശേഷം ആദ്യമായിട്ട് മത്സ്യം കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കാം എന്നുള്ളതൊക്കെ നമുക്ക് ഈ തൊട്ട് ശേഷം വരുന്ന വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.